ഹലോ! എല്ലാ സോളുകൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ സോളിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമുക്ക് പല സമയത്തും സോളിറ്റ്യൂഡ് അനുഭവപ്പെടാം. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈമിലാണ് സോളിറ്റ്യൂഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ എനിക്ക് വന്നിട്ടുള്ളൊരു കമൻറ്റിൻ്റെ ഒരു ആൻസറും കൂടി ഉണ്ട്. അതും ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഒരു സന്തോഷമായിട്ടുള്ള ഒരു ടൈമായിരിക്കും. അത് കഴിഞ്ഞിട്ട് DM നമ്മളെ സെപ്പറേഷനിൽ ഇട്ടിട്ട് പോകുന്ന സമയത്ത് DM മാത്രമല്ല നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവരെല്ലാം നമ്മളെ ട്രിഗർ ചെയ്തിട്ട് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടിയിട്ടുള്ള ഒരു റിപ്ലൈ തരാം. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സോളിറ്റ്യൂഡ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ട്വിൻ ഫ്ലെയിം ജേർണി എന്തിനാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് അറിയാമോ? നമ്മൾ നമ്മുടെ റിയൽ സെൽഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റിയൽ സെൽഫിലേക്ക് വരണമെങ്കിൽ നമ്മൾ മാത്രമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ കൂടെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇപ്പോൾ TV കണ്ട് സമയം കളയാതെ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്ത് സമയം കളയാതെ, നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഇപ്പോൾ TV കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, മറ്റുള്ളവരെ വിളിച്ച് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്താണ്, എൻ്റെ സങ്കടം എന്താണ്, എൻ്റെ ഹാപ്പിനെസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം അത് തന്നെയാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിലെ സോളിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ റിയൽ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ തരുന്ന ഒരു ടൈമാണ് ഈ ഒരു സോളിറ്റ്യൂഡ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലുടനീളം നമുക്ക് സോളിറ്റ്യൂഡ് വരാം. പക്ഷെ നമുക്ക് ആ ഒരു സോളിറ്റ്യൂഡിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ടൈം 2 പ്രാവശ്യമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് വന്നിട്ടുള്ളത്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ DM നമ്മളെ ആദ്യത്തെ സെപ്പറേഷനിലേക്ക് തള്ളി വിട്ടിട്ട് പോകുന്ന ആ ഒരു ടൈം, DMന് ഇൻസെക്യൂരിറ്റി അടിച്ചിട്ട് അവർ റൺ ചെയ്യുന്ന ആദ്യത്തെ ടൈമിലാണ് ഏകാന്തത നമുക്ക് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ തന്നെ വെറുത്തു പോവും. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമുക്ക് വെറുത്തു പോവും. ഒറ്റയ്ക്കിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ആഗ്രഹിക്കും. പിന്നെ നമ്മൾ ആ ഏകാന്തതയിലേക്ക് അങ്ങോട്ട് വഴുതി വീണ് പോകുന്ന സമയത്ത് ഇതൊന്ന് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു, എനിക്കെൻ്റെ പഴയ ലൈഫ് തന്നെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മളിത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരും പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവരും നമ്മളുമായിട്ടുള്ള വൈബ്രേഷൻ സെറ്റാവാതെ അവരും നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ, അവരും നമുക്ക് ട്രിഗർ ചെയ്ത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. വീണ്ടും നമ്മൾ ആ ഒരു ഏകാന്തതയിലേക്ക് വഴുതി വീഴും. ഇങ്ങനെ വരുന്ന ഈ ഒരു ടൈം നമുക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. ഭയങ്കര അധികം സോൾ പെയിൻ ഉണ്ടാവും, കരച്ചിലുണ്ടാവും. എപ്പോഴും ഈ ഒരു DMൻ്റെ ചിന്തകളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു ടൈം നമ്മൾ തള്ളി നീക്കുക. ലാസ്റ്റ് നമുക്ക് ഒരു വഴിയും ഇല്ലാണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ഇന്നർ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഇന്നർ വർക്ക് കൊണ്ട് ഒരു പ്രയോജനമൊക്കെ കിട്ടി തുടങ്ങും. ഒരു ബാലൻസ്, ആ സങ്കടങ്ങളൊക്കെ പതിയെ 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 മാറി വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ ഇന്നർ വർക്കിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നമ്മൾ ഒരു ബാലൻസിങ്ങിലൊക്കെ പോകുന്ന ടൈമിൽ പഴയ ഫ്രണ്ട്സൊക്കെ നമ്മളിൽ നിന്ന് പോയിട്ട് പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരാനായിട്ട് തുടങ്ങും. അതായത് നമ്മുടെ പുതിയ വൈബ്രേഷൻ അനുസരിച്ച് സെറ്റായിട്ടുള്ള ആൾക്കാർ നമ്മളിലേക്ക് വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട്, DM നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ കുഴപ്പമില്ല, എൻ്റെ ലൈഫ് എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് തോന്നും. ഏകാന്തത ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ചിലർ നമ്മുടെ ലൈഫിൽ നിന്ന് ആദ്യം പോയ പോലെ തന്നെ തനിയെ കൊഴിഞ്ഞു പോകും. വേറെ ചിലരാണെങ്കിൽ നമ്മൾ അവരോടൊരു ബ്രേക്ക് എടുക്കും. അതായത് എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടാണ് ആഗ്രഹം, അപ്പോൾ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിന്നെ കോണ്ടാക്ട് ചെയ്തോളാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പെൻഡിങ്ങിലേക്ക് വെക്കും. ഈ ഒരു സോളിറ്റ്യൂഡ് രണ്ടാമത്തെ സോളിറ്റ്യൂഡാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സോളിറ്റ്യൂഡ് ശരിക്കും എൻജോയ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് നമ്മുടെ കുറവുകൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്കത് നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും.
അങ്ങനെ നമ്മൾ ഈ ഒരു സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം നമ്മളെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു ടൈമായിരിക്കും. ഇങ്ങനെ ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ DMDF ബാലൻസിങ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിവൈൻ മെർജിങ് വരും. പിന്നെ സോൾ മെർജിങ് വരും. പിന്നെ വരുന്നതാണ് 3D യൂണിയൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ മറ്റുള്ളവരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വയം കമ്പനിയായിരിക്കും. നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കാനായിട്ടുള്ളൊരു ടൈമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സോളിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണിത്. കാരണം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഡിവൈനായിട്ട് തരുന്ന ഒരു ടൈമാണ് ഈ ഒരു സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് ആ സോളിറ്റ്യൂഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ചെന്നിട്ട് എന്തൊക്കെ മുറിവുകളാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് തോന്നിയിട്ട് എനിക്ക് കുട്ടിക്കാലത്തിൽ ലഭിക്കാതിരുന്നത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ അറിയാനായിട്ട് ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വൈബ്രേഷനായിട്ട് സെറ്റാവാത്ത ആൾക്കാരാണ് നമ്മുടെ ലൈഫിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്. അവരവരുടെ കർമ്മ തീരുമ്പോൾ അവർ പോകുന്നതാണ്. നമ്മൾ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വരുന്ന സമയത്ത് ഹൈ വൈബ്രേഷനിൽ വരും, ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ പലർക്കും നമ്മുടെ ലൈഫിൽ തുടരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ കമ്പനി എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ടേക്ക് കെയർ.